ആ കാരണം എന്ന് വെച്ചാൽ മോഹൻലാൽ ഇതൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളല്ലേന്നേ. ഒരു 4-5 പേരോട് ചെന്നിട്ട് ചുമ്മാ ശത്രു സംഹാരം നടത്തിയ ചിലപ്പോൾ പേടിച്ച് പനിയൊക്കെ പിടിക്കും. അത്ര മണ്ടത്തരം തലയിരിക്കുന്നത്. എല്ലാം ഇങ്ങനത്തെ പണിക്ക് കാലം പോകും. എന്നിട്ട് തേങ്ങ കണ്ട് വെട്ടി പൊട്ടിക്കുവോ, കാലെടുത്ത് അങ്ങോട്ട് വെക്കുന്നു, തെയ്ത്തോം കാണിക്കുന്ന ഒരു അമ്പലത്തിലെങ്ങാണ്ട് പോയി ഏതോ ഒരു ബിൽഡിങ്ങിൽ ചെന്നിട്ട് അവിടെ കുറേ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്, പോരാതിന് ട്യൂബ് ലൈറ്റ് ഉള്ളിടത്ത് പിന്നെയും വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്ന ഏതോ ഒരു ബിൽഡിങ്ങിൽ പോയേക്കുക, മറ്റേ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. അവിടെ ചെല്ലുമ്പോൾ പ്രത്യേക ഉടുപ്പിടണം, അല്ലേ ശരിയാകത്തില്ല. പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് പഴയ വേഷം, ചെരുപ്പൊന്നും ഇടത്തില്ല അതിനകത്ത്. കാരണം ബിൽഡിങ്ങിന് ചെരുപ്പ് പറഞ്ഞ പണ്ടൊക്കെ അങ്ങനെയാണ്. ആ ഊളത്തരം കാണിക്കാൻ പോയേക്കുക. ഇമാതിരി മണ്ടത്തരങ്ങൾ, അന്ധവിശ്വാസങ്ങളൊക്കെ തലയിലുള്ളൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എത്ര അതപ്പതിച്ച ഒരു അല്ലേ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആയിരിക്കും. സിനിമ സെലക്ട് ചെയ്യുന്ന കണ്ടിട്ടില്ല എങ്ങനെയാണ്. ഇതൊക്കെ രസം അതല്ല. തലേ ദിവസം എവിടെയാണെന്ന് ചോദിക്കണം പുള്ളിയോട്. അപ്പോൾ പുള്ളി പറയും ഞാൻ ബിഗ് ബോസിൻ്റെ ഷൂട്ടിലായിരുന്നു. ഷൂട്ട് അങ്ങനെ നടക്കുക. അതിനിടെ വരുന്ന ഇറങ്ങി ഇതൊക്കെ കാണിക്കുന്ന പ്രഹസനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരൊക്കെ ഇത് മനസ്സിലാവാത്തത്? ഇത് സത്യത്തിൽ വേറൊന്നും അല്ല സംഭവം. ഇതൊരു അഡ്വർടൈസ്മെന്റാ. പുള്ളി എല്ലാ ആഡും എടുക്കുന്നുണ്ട്. അപ്പൊ അമ്പലത്തിന്റെ ഒരു പരസ്യം എടുത്തതേ ഉള്ളൂ. ഇതേതോ ഓണങ്ങുറ മൂലയിലുള്ള അളിഞ്ഞ ഒരു ക്ഷേത്രമായിരിക്കും, ആർക്കും അറിയത്ത പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു 4 പേര് അങ്ങോട്ട് കയറി ചെല്ലട്ടെ. അവിടെ ഇനി ഉള്ള ശത്രുക്കളുള്ളവന്മാരെല്ലാം കൂടെ ചെന്ന് മോഹൻലാൽ ചെയ്ത സ്ഥലമല്ലേ, ഇനി അവിടെ പോയി ചെയ്തേക്കാന്ന് കൂടെ കാണുന്ന തലയ്ക്ക് തീരെ വെളിവില്ലാത്ത, വിവരമില്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത അന്ധവിശ്വാസികളായ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ ഒരു സംഭവം നടത്തി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മോഹൻലാലിന് ശത്രുക്കളെ എന്ത് ചെയ്യണമെന്നൊക്കെ മോഹൻലാലിന് അല്ലാതെ തന്നെ അറിയാം. ഇനി മോഹൻലാലിന് അറിയത്തില്ല, ആന്റണി പെരുമ്പാവൂർ അവരത് ചെയ്തു കൊടുത്തോളൂ. ഇതുവരെ ഇല്ലാത്തൊരു ശത്രുക്കൾ മോഹൻലാലിന് ഇപ്പോൾ ഇത് കണ്ടാ അറിയാം. അവർ വിളിച്ചു വരുത്തിയേക്കുക, കാശും കൊടുത്ത് കാണും ചിലപ്പോൾ അവിടെ വന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന്. എനിക്കെല്ലാം സംശയമുണ്ട്. കാരണം ഇതിന് അഡ്വർടൈസ്മെന്റ് പോലല്ലേ ഉള്ളൂ. അല്ലാതെ മോഹൻലാലിന് എന്തിനാ ഇന്ത്യക്ക് ആവശ്യം? എവിടെ പോയാലും മോഹൻലാൽ എവിടെ പോയാലും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ മോഹൻലാലിന് ചിലപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു തമാശ കാണിക്കണമെന്ന് തോന്നുമ്പോൾ ഒരു കുൽസിത പ്രവൃത്തി, ഇതൊക്കെ പുള്ളിക്കൊരു കോമഡി ആയിരിക്കും ചിലപ്പോൾ. ആര് കണ്ട് ഇനി അവിടെയുള്ള മണ്ടന്മാരെ ഒന്ന് പറ്റിച്ചേക്കാം, ഞാൻ ഇതൊക്കെ കാണിക്കുമ്പോൾ കുറേ ആരാധകരൊക്കെ അവിടെ നിന്ന് കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ ആരാധകരുള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കാനും മതി. പക്ഷെ അതിൽ കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് ഇറക്കിയിട്ട് ഈ പറഞ്ഞ പോലത്തെ വല്ല കുറച്ച് അമ്പലങ്ങളിലൊക്കെ കയറ്റി വിട്ട് അവിടെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന്, എനിക്കൊന്ന് അവിടെ ഉള്ള ഒരു ഏരിയ മോശമാണെന്ന് തോന്നുന്നു. അവിടെ ഉള്ളവർക്ക് ഒത്തിരി ശത്രുക്കളുണ്ടെന്ന് സംശയിക്കുന്ന ടൈപ്പ് ഏതോ ദേശത്താണെന്ന് തോന്നി ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ അവിടെ അവരിനി ആൾ കൂടും. ഇനി എവിടെ നിന്നെല്ലാം ആൾ വരുമെന്ന് നോക്കണം. ഇതുപോലത്തെ തലയ്ക്ക് വെളിവില്ലാത്തവന്മാർ. മോഹൻലാൽ വെളിവേടൊന്നുണ്ടെന്ന് തോന്നില്ല. ഇനി അറിയത്തില്ല ഇനി ശരിക്കും ഇതാണോ ഐറ്റം മറ്റേതാണോ ഐറ്റം. കാശ് മേടിച്ചിട്ടാണ് ചെയ്തെങ്കിൽ കുറച്ച് കൊള്ളാം, അല്ലെങ്കിൽ പോക്കാം. ഇമാതിരി മണ്ടത്തരൊക്കെ ഇപ്പോഴും തലയിലിരിക്കുന്നു എന്ന് പറഞ്ഞാലേ ഇത്രയും കൊല്ലം ജീവിച്ചല്ലേ. മറ്റേ പ്ലേറ്റ് കൊട്ടുമ്പോൾ വൈറസൊക്കെ അതിനെ എട്ടയപ്പെട്ട് ഞെരുങ്ങി മരിക്കുമ്പോൾ ഈ പച്ചൻ്റെ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല ഈച്ചപ്പച്ചൻ ഞെരുങ്ങി മരിച്ചപ്പോൾ മോഹൻലാലിന് 66 വയസ്സ്. മനസ്സിലായോ? കൊറോണ ഗോ കൊറോണ ഗോ, അതിലെ മെയിൻ ആളാ. ശാസ്ത്രജ്ഞന്മാർ വരെ ഞെട്ടിപ്പോയി. ലോകമെമ്പാടുമുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും പണി ഒരു ദിവസം നിർത്തിവെച്ച് മൗനം പാലിച്ചെന്നാണ് കേട്ടോ മോഹൻലാൽ പറഞ്ഞു കേട്ടിട്ട്. വിളക്ക് കത്തിച്ചാൽ വെച്ചാൽ മതിയെന്ന്, ബാക്ടീരിയ വൈറസും ഒക്കെ അങ്ങനെ ഇല്ലാണ്ടാവുന്നൊരു മന്ത്രമല്ലേ എന്നത്. എന്നിട്ട് വാക്സിൻ എടുക്കുന്ന ഫോട്ടോ അടുത്ത ആഴ്ച. എന്തൊക്കെ കാണണം. ശത്രുവിനെ സംഹരിക്കാൻ വന്നേക്കുന്നു. സുരേഷ് ഗോപി മറ്റേ എവിടെ ശബരിമല അമ്പല നടയിൽ നിന്ന് പ്രാർത്ഥിക്കും അത്രേ നിരീശ്വരവാദികളൊക്കെ ഇല്ലാണ്ടാവാൻ. അങ്ങനത്തെ ഐറ്റം ഇതൊക്കെ. പഴഞ്ചന്മാരല്ലേന്നേ ഇമാരി അന്ധവിശ്വാസികൾ തന്നെ. എന്നും ഇങ്ങനെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി ചെറുപ്പമൊക്കെ അറിഞ്ഞ കാലത്ത് ഇതുമാതിരി പരിപാടിക്ക് പോയാൽ ആരും അറിയാതൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമല്ല ഈ വാർത്ത ചാനലായിരുന്നില്ല അറിഞ്ഞതിൻ്റെ പുറകെ കൂടുന്നത് എങ്ങനെയാണെന്നുള്ളത് വിളിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത്. മനസ്സിലായി? ഇവർക്കെല്ലാം ചില്ലറ കൊടുക്കുന്നുണ്ടാവും ഈ അമ്പലത്തിൽ നിന്നൊക്കെ, അല്ലെ മോഹൻലാൽ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു വാർത്ത കാണില്ല. ഇപ്പം എല്ലാവരും ഷെയർ ചെയ്തു. ഇന്നത്തെ ദിവസം എന്താ, ഇന്നത്തെ മെയിൻ വാർത്തയാ. അതൊന്നും അല്ല എങ്കിൽ പോലും മോഹൻലാലിന്റെ സാധനം എല്ലായിടത്തും ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, കളിയാക്കുന്നു, ചിരിക്കുന്നു, കോമാളി ദേ വീണ്ടും ആ ജോക്കർ ഇറങ്ങി എന്നുള്ള രീതിയിലാണ് ഷെയർ ചെയ്ത് വരുന്നത്. എനിക്ക് തന്നെ ഒരു 4-5 പേര് അയച്ചു എന്നിട്ട് ചിരിക്കുക, ദേണ്ട ആ ജോക്കർ വന്നെന്ന് വീണ്ടും എന്നൊക്കെ പറഞ്ഞൊരു നിലവാരത്തിലാണ് ഈ പരിപാടി ഓടുന്നത്. പക്ഷെ എങ്കിൽ പോലും ചത്തിട്ടില്ല എന്നാക്കാൻ ഇതൊക്കെ ആണേലും മതി. മനസ്സിലായി? ഇപ്പൊ സിനിമയുടെ ഭാഗത്തൊന്നുമില്ല, ബിഗ് ബോസ് നാണം കിട്ടുന്ന നാറി അങ്ങനെ ഊമ്പിയിരിക്കുന്നിടത്തൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോയി ഒരു ശത്രു സംഹാര പൂജ നടത്തുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അങ്ങനെയൊക്കെ അറിയിക്കാൻ കൊള്ളാം, അല്ലാതെ വേറൊന്നും കൊള്ളത്തില്ല. ഇത് ആൾക്കാർക്ക് പറഞ്ഞിരിക്കാൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ അടുത്തൊരു സാധനം അത്രേ ഉള്ളൂ. എല്ലാവരും ചിരിക്കുന്നുണ്ട്. കണ്ടോ മണ്ടൻ എന്നൊക്കെ പറയാൻ തുടങ്ങി ആൾക്കാർ. ഒരു മണ്ടത്തരം കഴിയുമ്പോൾ അടുത്ത മണ്ടത്തരം. എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നെന്നാൽ ഈ മോഹൻലാലിനും സുരേഷ് ഗോപിക്ക് മാത്രമേ ഇതുള്ളൂ, ഈ ഒരു കഴിവുള്ളൂ. ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത പിടിക്കാൻ. വേറെ എത്രയോ നടന്മാരിവിടെ ഉണ്ട്. പിന്നുണ്ട് നമ്മുടെ ബിനു അടിമാലി,
ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഓരോ വള്ളി പിടിച്ചുകൊണ്ട് വരുന്നതാണ്. ഓരോരോ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും കോമഡി പറഞ്ഞാൽ പ്രശ്നം. ബിരിയാണിമാലിയൊക്കെ കണ്ടിട്ടില്ല, എന്തെങ്കിലും കോമഡിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അതുപോലെ പിന്നെ പണ്ട് രാഹുൽ ഈശ്വരി ഏരിയ കിടന്ന് ഇങ്ങനെ കളിക്കുവാണ്. ഇപ്പം എന്ത് പറ്റി നടത്തില്ല, വേറെ എൻ്റെ ജോലി കിട്ടിയതാണോ അതോ വേറെ എന്ത് പരിപാടിക്ക് LLB പഠിക്കാൻ പോയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. ഇപ്പം സമയം കിട്ടുന്നില്ല, അല്ലെ പുള്ളി കുറേ ഏറ്റെടുത്തോണ്ടിരുന്നതാണ്. മറ്റേ ശശികല ടീച്ചർ, ഇങ്ങനെയുള്ള കുറേ പേരുണ്ടാകുന്നില്ല, ഓർമ്മയില്ലേ? ഇങ്ങനത്തെ തീട്ടക്കേസുമായി കേരളത്തെ കിട്ടുകിട്ട വിറപ്പിച്ച അലമ്പ് ടീംസ്. അയ്യേ, ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പുച്ഛം തോന്നില്ലേ ആർക്കും? കൂടെ നടക്കുന്നവരിങ്ങനെ പറഞ്ഞു കൊടുക്കരുത്, ഈ ഊളത്തരത്തിനൊക്കെ പോകരുത്, ഇത് മഹാമണ്ടത്തരം, ആരും കേട്ടാൽ ചിരിക്കത്തേ ഉള്ളൂ, അല്ല ഇത് അല്ലേ പോട്ടെ, രഹസ്യമായിട്ടങ്ങ് പോയിക്കൂടെ? എന്തിനാ ഈ മീഡിയ ഒക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത്? രഹസ്യമായിട്ടൊന്നും പോകാത്ത ആൾക്കാരെ പോലെ. മോഹൻലാൽ ചെയ്യുന്ന എല്ലാം അങ്ങ് അറിയുന്നുണ്ടോ എല്ലാവരും? ഇല്ലല്ലോ. ബാക്കിയെല്ലാം രഹസ്യമാണല്ലോ. എതുവഴിയൊക്കെ പോകുന്നൊക്കെ അങ്ങ് മീഡിയ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുപോലത്തെ ഒരു പണിയായിട്ടും കൂട്ടിയാൽ മതി. ഇതും അതുപോലത്തെ പണി തന്നെയാണ്. മോഹൻലാൽ വേറെ എവിടെയും ചെന്ന് എന്തിനും പാർട്ടി അറ്റൻഡ് ചെയ്യുമോ അല്ലെ ആരുടെയെങ്കിലും എവിടെയെങ്കിലും കൂടെയൊക്കെ ട്രിപ്പ് പോവുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ഒന്നും വരാറില്ലല്ലോ, അല്ലേ? എല്ലാ ദിവസവും എവിടെയാണ് താമസിക്കുന്നത്, അല്ലെ എവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കഴിച്ചത്, അതൊന്നും വരാറില്ല. എന്താ കഴിച്ചത്, ഇന്ന് എന്തായിരുന്നു പരിപാടി, വൈകിട്ട് എന്താ പരിപാടി, ഇതൊന്നും കാണാറില്ലാത്ത പോലെ തന്നെ ഉള്ളൂ ഈ പറഞ്ഞ പരിപാടി. ഇത് അത്രയും തന്നെ തരംതാന്നൊരു പണിയാണെന്ന് വിചാരിച്ചേക്കണം. മറ്റേ ചില കാര്യങ്ങൾ നമ്മൾ പബ്ലിക് ആക്കുക ചെയ്യുന്ന പരിപാടികളില്ലേ, അതെന്തുകൊണ്ടാണ് പബ്ലിക് ആക്കാത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം തന്നെയാണ് ഇതിനും ഉള്ളത്. ഇതും അതുപോലത്തെ ഒരു അലമ്പ് പരിപാടിയാണ്, അത് മനസ്സിലാവുന്നില്ല. തറ ഇടപാടാണ് ഈ കാണിക്കുന്നത്. ഈ വന്ന കാലത്ത് പിള്ളേരുടെ മുന്നിൽ ചെന്ന് ഇങ്ങനെ നിൽക്കാൻ പാടില്ല, ഈ ഊളത്തരം കാണിക്കാൻ പാടില്ല. ബിൽഡിങ്ങിൽ കയറിയിട്ട് ഒരുതരം ഉടുപ്പൊക്കെ ഇട്ട് ചെരുപ്പിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിത്തിത്താര തോം 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 എന്നൊക്കെ പറഞ്ഞ് കാലിട്ട് ചവിട്ടുക, തേങ്ങ പൊട്ടിക്കുക, ഇത്രയും എന്താ പറയണ്ടേ ട്യൂബും അവിടുത്തെ ഫ്ലഡ് ലൈറ്റും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രകാശം വരുത്തുന്ന വിളക്കുകൾ. പണ്ടൊക്കെയാണ് വിളക്ക് അവിടെയൊക്കെ വെളിച്ചത്തിന് വെച്ചത്, അല്ലാതെ അത് വേറെ ഒന്നിനും വെച്ചതല്ല. ഇപ്പോൾ ഉള്ളവൻ്റെയൊക്കെ യുവമാരുടെ വിചാരം ഇത് പിന്നെയും കത്തിക്കണമെന്ന്. അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ ബൾബിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, ചെറിയ ബൾബൊക്കെ മേടിക്കാൻ കിട്ടും. ആ സാധനം മാറ്റി വെച്ചാൽ പിന്നെ ഈ എണ്ണയും വിളക്കൊന്നും കത്തിക്കണ്ട, അത്രയും കൂടെ പൊല്യൂഷൻ കുറഞ്ഞിരിക്കത്തേ ഉള്ളൂ. വലിയ കാര്യമൊന്നും ഇല്ല ഇതൊന്നും. ഇത് കത്തിച്ച് വെച്ചാലേ മറ്റേ ദേവിക്ക് അങ്ങോട്ട് സൂഹിക്കത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ഇത് അല്ല ദേവനോ ഏതവനാണേലും അങ്ങനൊന്നും ഇല്ല. എന്നാൽ പിന്നെ ഇവർക്ക് ഇത് മാത്രം കത്തിച്ച് വെക്കരുത്, അതും ഇല്ല. അത് കത്തിച്ച് വെച്ചാൽ കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് ലൈറ്റും ബൾബും എല്ലാം ചുറ്റും കത്തിച്ച് വെച്ചിട്ട് നടുക്ക് വിളക്ക് കത്തിച്ച് വെച്ചത്. ഇതിൻ്റെ ആ വിരോധാഭാസം മനസ്സിലാവുന്നില്ലേ? ഒരു തേങ്ങ പൊട്ടിക്കുക. ഇപ്പോൾ ശത്രുക്കളെല്ലാം ഒരു പരിവായി. നാളെ രാവിലെ തൊട്ട് ഭയങ്കര സംഭവം. ഇനി മോഹൻലാൽ വെച്ചൊരു കയറ്റമായിരിക്കും. ദിലീപിൻ്റെ പേര് മാറ്റിയ പോലെ. ദിലീപിൻ്റെ പേര് മാറ്റിയ പിന്നെ ഇപ്പോൾ പറയണ്ട, സുഖവാ. മറ്റേ പാസ്റ്റർ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് സുഖവാ. ഉള്ള പടമെല്ലാം ആ പേര് മാറ്റിയതിൻ്റെ പേര് വിജയിച്ച് കയറി പൊക്കൊണ്ടേ ഇരിക്കുക. ഓഹ്, ഇനി ഒരു അക്ഷരം കൂടെ കൂട്ട്, ദിലൈപി എന്നല്ല, ദിൽ ഐപ്പ്. ദിലീപ് എന്നുള്ള പേര് ആക്കിയിട്ട് ദിൽ ഐപ്പ് എന്നാക്കിയിട്ടുണ്ട്. ദിൽ ഐപി എന്നാക്ക്. ഈ അപ്പിയുടെ പി ഇല്ലേ, അതാക്കണം. അപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെടും. ഇങ്ങനത്തെ പൊട്ടത്തരൊക്കെ പറയാനും ചെയ്യാനും ജീവിതങ്ങൾ ഇനിയും ബാക്കി. ഇവർക്കൊക്കെ ഇത്രയൊക്കെ ഉണ്ടാക്കിയത് പോരെ? മോഹൻലാലിന് ഇതൊന്നും പോരെ? എന്തൊരു ഗതികേടാന്ന് നോക്കിക്കോണേ.